കൊനിച്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ടോമിനെ കാണാനായിട്ട് പോവാണ്. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം, ടോം എന്ന് പറഞ്ഞൊരു ബ്രസീലിയൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടോമിൻ്റെ വീട്ടിലേക്കാണ് പോകാനായിട്ട് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ഞാൻ വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോക്കിയോയിലെത്തി. ടോക്കിയോയിൽ നിന്ന് അങ്ങനെ ട്രെയിൻ കയറി ഇപ്പോൾ കുക്കി സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബാഗ് നഷ്ടപ്പെട്ടു പോയൊരു സ്റ്റേഷൻ ഓർക്കുന്നുണ്ടോ? ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ബാഗ് എടുക്കാതെ ഈ ട്രെയിനിൽ കയറി പോയത്. അപ്പോൾ ഇത് ലിമിറ്റഡ് എക്സ്പ്രസ് ആണ് രേവതി, അതിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ 1050 ആണ് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ ട്രെയിൻ ആണെങ്കിൽ 2 ട്രെയിൻ വീണ്ടും മാറി കയറി പോകേണ്ട വരും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. നമുക്ക് എന്തായാലും ഒരു 10 മണിക്ക് മുന്നേ അവിടെ എത്തണം കേട്ടോ, നൈറ്റ്. അപ്പോൾ ഞാൻ വൈകിട്ട് ഇവിടെ നിന്നാണ് ഇറങ്ങിയത്. അപ്പോൾ നാളെ നമുക്കതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്ത് പോയത്. അങ്ങനെ ട്രെയിനിൽ കയറുകയാണ്. നമുക്ക് സീറ്റ് വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്തത്. കഴിഞ്ഞ അവിടെ ബാഗ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് എനിക്കധികം ഈ ട്രെയിനിലെ വിശേഷങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയൊന്നുമില്ല. പിന്നെ എന്തായാലും സമാധാനമായിട്ടാണ് പോകുന്നത്. ബാഗ് എപ്പോഴും കയ്യിൽ തന്നെ ഉണ്ട്. നമ്മുടെ സീറ്റ് 2ാമത്തെ കാറിലായിരുന്നു കേട്ടോ. അതിൽ 2A ആയിരുന്നു. അപ്പോൾ അത് തപ്പിപ്പോവാണ്. നമുക്കതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ വന്നു. ഇതായിരുന്നു നമ്മുടെ സീറ്റ്. അപ്പോൾ ഇവിടെ സമാധാനമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ ബാഗിൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ തവണ ഇങ്ങനെ ബാഗ് കിട്ടുമോ, ബാഗ് നാളെ പോയി തപ്പി എടുക്കണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ ഇത്തവണ സമാധാനമായിട്ടിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ലഗേജ് കാര്യങ്ങൾ, ചെറിയ ലഗേജുകൾ, അതുപോലെ ബോട്ടിൽ, അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു കുലുക്കമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ. നമുക്ക് സുഖമായിട്ട് പോകാനായിട്ട് പറ്റും. ഞാൻ പണ്ടൊക്കെ എപ്പോഴും ലോക്കൽ ട്രെയിനിലാണ് പോയിക്കൊണ്ടത്. അപ്പോൾ ഒത്തിരി സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ ഇന്ന് രാത്രി ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്തണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ കയറുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങൾ. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അതൊക്കെ നമ്മുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നാളത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കണം. പെട്ടെന്ന് എന്തായാലും ജോലിക്ക് കയറണം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ജോലി ആയില്ലേ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടെ അവധിയായിരുന്നു കേട്ടോ കമ്പനികൾക്കൊക്കെ. 14 ശേഷം ഇപ്പോൾ കമ്പനികളൊക്കെ അവധി മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനും ജോലിക്ക് കയറാനും ഒക്കെ പറ്റുള്ളൂ. പിന്നെ വിസയുടെ കാര്യമൊക്കെ ആണെങ്കിലും അറിയാമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയി വന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു. വൈഫൈ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ഓത്തയിലെത്തി. അങ്ങനെ ഇനി ഓത്തയിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യും കേട്ടോ ടോം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കാമെന്ന്. ഒരു 10-20 മിനിറ്റ് മുന്നേ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ടോം ഞാൻ ഇത്ര സമയമാകുമ്പോഴത്തേക്ക് എത്തുന്നു, 9:40 ആകുമ്പോൾ എത്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ടോം അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാന്ന്. അപ്പോൾ ഇവിടുന്ന് ടോമിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാറിന് വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡെയിലി യാമസാക്കി ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൺവീനിയൻസ് സ്റ്റോറാണ്. അതിൻ്റെ അവിടെ ഡെയിലിയുടെ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു. കാർ പാർക്ക് ചെയ്തിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ്. ഇവിടെ കണ്ടോ, നാംന്യോ ഹോറിങ്ക്യോക്യോ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പേരൊക്കെ നിൽക്കുന്നത്. ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാപ്പനീസ് മുത്തച്ഛനെ ഞാൻ ഇങ്ങനെയായിരുന്നു കേട്ടോ പരിചയപ്പെട്ടത്. ഇതിങ്ങനെ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യാൻ നിന്ന സമയത്ത് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ദേ അവിടെ കണ്ടോ നമ്മുടെ ഡെയിലി യാമസാക്കി. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഓപ്പോസിറ്റ് നോക്കുമ്പോഴത്തേക്കും ടോം അവിടെ പാർക്ക് ചെയ്ത് വണ്ടിയിലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോവുകയാണ്. അങ്ങനെ ഓത്ത സ്റ്റേഷൻ, ഇതിൻ്റെ ഒരു വേറൊരു സൈഡ് ഉണ്ട് കേട്ടോ. അപ്പുറം ശനി ഞായറൊക്കെ നല്ല നൈറ്റ് ലൈഫാണ്, പബ്ബും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു തവണ കമ്പനിയിൽ നിന്ന് എല്ലാവരും കൂടി പോയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേ ദൂരെ കണ്ടോ, അങ്ങോട്ടേക്ക് കുറച്ച് നല്ല പബ്ബ് കാര്യങ്ങൾ, അങ്ങനെ അടിച്ചുപൊളി പാട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ടോം വണ്ടിയിലിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടോമിൻ്റെ അടുത്ത് ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞു. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അങ്ങനെ വർത്താനം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പോവാണ് കേട്ടോ. രാത്രി 9:40 ആയാലും. ഇനിയിപ്പം ടോമിനാണെങ്കിലും നാളെ വർക്കിംഗ് ആണ്. അപ്പോൾ വർക്കിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകാമെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ദോങ്കി അടുത്തുണ്ടായിരുന്നു ടോത്തയിൽ തന്നെ. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ദോങ്കി കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് കയറി. അപ്പോൾ ജപ്പാനിൽ വന്നേ പിന്നെ ദോങ്കിയിൽ ഞാൻ അധികം കയറിയിട്ടോ വീഡിയോ ഇട്ടിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പർച്ചേസിനൊക്കെ പോകുന്നതല്ലായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ടോം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു സാധനം പണ്ട് എനിക്ക് ടോം കുടിക്കാനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ കഴിക്കാനായിട്ട് പീനട്ട്സ് വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ മേടിച്ചു. അത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അടുത്ത സാധനങ്ങളൊക്കെ തപ്പുകയാണ്. അപ്പോഴാണ് ടോം പറഞ്ഞത് ഇവിടെ പാലില്ലേ, പാലിൻ്റെ ഈ കവറിൻ്റെ മുകളിൽ കണ്ട ഇങ്ങനെ ഒരു സിമ്പൽ, അതെന്ന് പറയുന്ന ഒരു അടയാളമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു അറിയുമോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഒരെണ്ണം എടുത്ത് കാണിച്ചു കേട്ടോ. ഇതിൽ നിന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 100% മിൽക്കാന്നാണ്. അതില്ലാത്തതും ഉണ്ട് കേട്ടോ. അതില്ലാത്തതിൻ്റെ അർത്ഥം അതിൻ്റെ അത് ഇത്ര ലിറ്റർ വെള്ളം അങ്ങനെ മിക്സ് ആണെന്നുള്ള സംഭവമാണ്. അത് ശരിയാണോ ഇല്ലയെന്നൊന്നും അറിയില്ല. എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്.
അങ്ങനെ പിന്നെ നമ്മളടുത്ത ഹണി കോമ്പ് കണ്ടു കേട്ടോ. ഞാൻ ദോങ്കിയിൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഇതൊക്കെ നല്ലതല്ല കഴിക്കാനായിട്ട്. അപ്പം വില ഒക്കെ നല്ല അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് അങ്ങനെ ഹണി ഐറ്റംസ് അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ന്യൂട്ടെല്ല ഇരിപ്പുണ്ട് സൈഡിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പാല്, പീനട്ട്, ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ അല്ലേ കഴിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു തവണ 2-3 വർഷം മുന്നേ ചെയ്തൊരു വീഡിയോ, കൊവാരാനോ മാച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു. അപ്പോൾ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പിന്നെ അതിൽ കൂടെ പോയപ്പോൾ ഒരു വലിയ മിഠായി ഇരിക്കണം കണ്ടു കേട്ടോ. ടോം അത് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തമാശയായിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. ടോം ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ. നമ്മൾ ക്യാമറ ഓഫ് ചെയ്താലും ഓരോരോ എപ്പോഴും ഭയങ്കര തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കെപ്പോഴും നമ്മുടെ നാട്ടിലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് ടോം. ടോമിൻ്റെ കൂടെ പോയ അങ്ങനത്തെ ഒരു വൈബാണ്. ജാപ്പനീസ് മുത്തച്ഛനൊക്കെ വേറെ വൈബ്. പിന്നെ ഇന്നലെ കാണിച്ചൊരു ജാപ്പനീസ് ഇല്ല, അത് വേറെ വൈബ്. പലരും പല ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെയും കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ബാഗ് നോക്കിയായിരുന്നു നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ട്രൈപ്പോഡ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പാകത്തിന്. പക്ഷേ അതും ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് മേടിച്ചില്ല. അതുമല്ല സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ അങ്ങനെ വല്ലതും നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോൾ കണ്ടാലും ഇതുപോലെ ചിരിയും വർത്താനമൊക്കെ ആയിട്ട്. ഇപ്പോൾ ചെറിയ ബാഗിൽ നിന്ന് ഇത്രയും വലിയ കൂടെടുത്തല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചിട്ടുള്ള ഭയങ്കര ചിരിയാണ്. അങ്ങനെ ഓരോ ഐറ്റങ്ങളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു രാവിലെ എന്താ കഴിക്കാൻ വേണ്ടേ, ഇന്ന സാധനങ്ങൾ വേണം, അങ്ങനെ നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഗൊഹാൻ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു, ചോറ് കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ബ്രെഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. അങ്ങനെ ഞങ്ങൾ ദോങ്കിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അതിനിടയ്ക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ജോലിയുടെ കാര്യം എന്തായി, വിസയുടെ കാര്യം എന്തായി എന്നൊക്കെ. പിന്നെ നാളെ ഞങ്ങൾ ടോമിൻ്റെ കമ്പനി കാണാനായിട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട് കേട്ടോ ടോമിൻ്റെ വീട്ടിലേക്ക്. ഒരു 15 മിനിറ്റൊക്കെ കാണും. പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അവിടെ നിന്ന് മാറി ഇപ്പോൾ ഒരു പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഹോം ടൂർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ പല പല സൗകര്യങ്ങളും പല പല രീതികളൊക്കെ ആയിരിക്കുമല്ലോ. ബ്രസീലിയൻസ് അല്ലേ, അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആശ്ചര്യമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെയൊക്കെ വീട്ടിൽ പോകുന്നത്. അധികം ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 2 പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പൂച്ചേനെ ഭയങ്കര പേടിയാണ്. എനിക്ക് സെറ്റാവത്തില്ല. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ബാഗ് മണക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 7 നിന്ന് മേടിച്ച് എന്തിൻ്റെ കവറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ടോം വന്ന വഴിക്ക് തന്നെ പൂച്ചേനെ എടുത്ത് കളിപ്പിക്കുകയാണ്. കുറേ വർഷമായിട്ടുള്ള പൂച്ചയാണ് കേട്ടോ 2 പേരും. ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ തവണ നമ്മൾ നഗോയിലൊക്കെ പോയപ്പോൾ 2-3 വർഷം മുന്നേ നഗോയിലൊക്കെ പോയിട്ട് ടോമിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ പൂച്ചകൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് കുറച്ചുകൂടെ കുഞ്ഞതായിരുന്നു കേട്ടോ. ഇന്ന് വളർന്ന് വലുതായി. ഒരു ആൺപൂച്ച ഒരു പെൺപൂച്ചയാണ്. അപ്പം അവരുടെ വീടും അവിടെ കണ്ടോ. ഞാൻ ആദ്യം ഓർത്ത് സ്പീക്കറാണെന്നാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ 2 പേരും വന്ന് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ. എനിക്കാണ് ഭയങ്കര പേടിയാണ്. ടോം പിന്നെ പറഞ്ഞു ഇത് ഇവർ ഉപദ്രവിക്കൊന്നുമില്ല, ഭയങ്കര പാവങ്ങളാണ്, തൊടാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് പൂച്ചേനെയും പട്ടീനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പയ്യാണ് ഇവരുമായിട്ട് അന്ന് അടുക്കുള്ളൂ. ഇവിടെ ജപ്പാനിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ പെറ്റ്സ് ഉണ്ടാവാറുണ്ട്. അവരെ കൊണ്ട് നടക്കാൻ പോവുക, അവരെ കളിപ്പിക്കുക, അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ടോം ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കളിക്കാനും അതുപോലെ ഓടാനും ചാടാനും. പിന്നെ ഭിത്തി കൂടെയൊക്കെ വലിഞ്ഞു കയറാൻ പറ്റിയ ഒരു സാധനമൊക്കെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമാണ്. ഒരാളിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ണൊക്കെ വീഴ്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ചില പൂച്ചകളും ഇതൊക്കെ നമ്മുടെ അടുത്ത് അത്ര വലിയ കാര്യമായിട്ട് അടുക്കില്ല കേട്ടോ. പക്ഷേ ഈ പൂച്ചകൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അടുത്ത് കുഴപ്പമില്ലായിരുന്നു, എനിക്കായിരുന്നു പ്രശ്നം. അപ്പോൾ എന്തായാലും ടോമിനെ ഞാൻ എൻ്റെ ചെറിയ സെൽഫി സ്റ്റിക്ക് കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ടോമിൻ്റെ കയ്യിലുള്ള ഒരു ഗിംബൽ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ടോം യൂട്യൂബർ ആണല്ലോ ഓൾറെഡി. ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും വീഡിയോസ് ഇടാനായിട്ട്. പണ്ടൊക്കെ എൻ്റെ കൂടെ വന്ന സമയത്ത് കേരള തറവാടിൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടതാണ്. പിന്നെ ഞാൻ എപ്പോഴും നിർബന്ധിക്കും. ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒത്തിരി കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിലിരിക്കുവാണ്. അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞു. പിന്നെ ടോമിന് ചാനൽ പുതിയൊരു നെയിം ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അപ്പോൾ എന്നോട് ആ പീനട്ടിൻ്റെ ആ ഐറ്റം ഇല്ല അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാനത് തുറന്ന് നോക്കുകയാണ്. അത് നല്ലതായിരുന്നു കേട്ടോ. ഈ പീനട്ട് ഞാൻ അധികം അങ്ങനെ ഒന്നും കഴിക്കാറില്ലാത്തതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് താഴെ ഒരു ബെഡ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ടോമിൻ്റെയും പൂച്ചകളുടെ ഒരു ഡ്രോയിങ് കണ്ടു. അത് വരപ്പിച്ചെടുത്താണ് കേട്ടോ. അതിന് 10,000 ജാപ്പനീസ് സെന്നായി എന്നാണ് പറഞ്ഞത്. എവിടെ നിന്നും അത് വരപ്പിച്ചെടുത്താണ്. ഒക്കിനാവ അങ്ങനെ ഏതൊരു സ്ഥലത്ത് പോയപ്പം ലൈവായിട്ട് അങ്ങോട്ട് വരപ്പിച്ചെടുത്താണ്. അങ്ങനെ പിന്നെ പൂച്ചകളുടെ കളികളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം പെട്ടെന്ന് അടുക്കാത്തതാണ് ഈ മൃഗങ്ങളുമായിട്ട്, പൂച്ചയും പട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പയ്യെ അടുത്തു തൊട്ടൊക്കെ നോക്കി. എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവർ ഭയങ്കര പാവമാണ്. അവർക്ക് ഈ മസാജൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമേ തൊടുമ്പോൾ ഇത് മേത്ത് പിടിക്കുകയോ കടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പയ്യെ അവരുമായിട്ട് അങ്ങ് അടുത്തു. ഇവരെല്ലാം വാലുള്ളത് പെണ്ണും വാലില്ലാത്തത് ആണുമാണ് കേട്ടോ.
അതായത് ആണിനെ കണ്ടാൽ പെണ്ണാന്നും പെണ്ണിനെ കണ്ടാൽ ആണാന്നുമാണ് തോന്നുള്ളൂ. ആ ലുക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ അപ്പം ഞാൻ ടോമിനെ എപ്പോഴും പറഞ്ഞത് കളിയാക്കും, ഇതെന്താ ഇങ്ങനെ തിരിഞ്ഞു പോയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാനുമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പക്ഷേ എടുത്ത് മേത്ത് വെക്കാൻ അങ്ങനെയൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതിനെനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, വല്ല കടിക്കുകയോ മാന്തോ ചെയ്യുമെന്ന്. ഭയങ്കര നഖം ഉണ്ടായിരുന്നു കേട്ടോ, അത് വെട്ടിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ അത് നഖമൊന്നും വെട്ടിക്കാത്തതെന്ന്. അപ്പോൾ അങ്ങനെ അതുമായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു, ഇങ്ങനെ ഇരുന്നു. പക്ഷേ ടോമും അവരുമായിട്ട് കളിക്കണ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നത്. ഭയങ്കര കമ്പനിയാട്ടോ ഇവർ, ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കുന്നു. അത് രണ്ടുപേരും ഒരാൾ ഭയങ്കര ജലസാണ് കേട്ടോ. ഒരാൾ എടുത്തു കഴിയുമ്പോഴേക്കും മറ്റേ ആൾ വന്നിട്ട് എടുക്കാനും മസാജ് ചെയ്യാനും ഒക്കെ പറയും. അങ്ങനെ ഭയങ്കര ജലസായിട്ട് ഒരാളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കുറച്ച് നേരം അവരുടെ കളികളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ ഇന്ത്യയിലെ വിശേഷങ്ങളൊന്നും കുറേ ഒന്നും ടോമിൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പം കുമഗായ സ്റ്റേഷനിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വഴിയിൽ കുറച്ച് വിശേഷങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, അത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ രാത്രി കഴിക്കാനായിട്ട് ഇതായിരുന്നു കേട്ടോ കറി. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ബ്രസീലിയൻ ഫുഡാണിത്. ബ്രസീലിയൻ ഒരു കറിയാണ്. അപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബ്രസീലിയൻ ഫ്രണ്ട് ഇത് റെഡിയാക്കി വെക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ മേടിച്ച ആ ഡ്രിങ്കില്ല, അത് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കുടിച്ച് നോക്കുവാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ക്യാനൊന്നും അധികം കുടിക്കാറില്ല കേട്ടോ. വെള്ളം മാത്രം, മിസ് മാത്രം എടുത്താണ് കുടിക്കാറുള്ളത്. അത് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാഗ്നറ്റിക് സ്റ്റിക്കേഴ്സ് കൊണ്ടുവരാറുണ്ടല്ലോ. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണതിൻ്റെ ഓരോ കഥകൾ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങളുണ്ട്, നഗോയ, ഐച്ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ അതും ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതോ ഒരെണ്ണമൊക്കെ മറന്നേ പോയിട്ടോ. ആ സ്ഥലങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വരെ മറന്നു. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയപ്പോൾ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോ സ്ഥലത്തു നിന്നും ഒത്തിരി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ എവിടെയോ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവനുമായിട്ട് വന്നാൽ തന്നെ ഭയങ്കര കൗണ്ടർ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കളിയാക്കി ഒരു പരിവാക്കും. അപ്പോൾ നമ്മുടെ മലയാളികളെ പോലെ എനിക്ക് എപ്പോഴും തോന്നാറുള്ളതാണ് ബ്രസീലിയൻസ്. ഭയങ്കര ഒരു ഓപ്പൺ മൈൻഡാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയും. പിന്നെ ടോമിൻ്റെ ചാനലിൻ്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേരുകളൊക്കെ നോക്കി. പിന്നെ ChatGPTയോട് ചോദിച്ചു. അതിനുള്ള ഭയങ്കര ചിന്തകളായിരുന്നു കേട്ടോ. ഒരു പേരും അവന് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ 1-2 പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടോളാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അന്നേ പറയുമായിരുന്നു സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടാലാണ് ഇത് റീച്ച് ആവത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇടയ്ക്ക് പൂച്ചകളൊക്കെ അടുത്ത് വന്ന് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൂച്ച ജാപ്പനീസാണോ പോർച്ചുഗീസാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പോർച്ചുഗീസ് പറഞ്ഞിട്ട് മടിയിലേക്ക് വന്ന് കയറാൻ പറയുന്നതാണ് കേട്ടോ. ജാപ്പനീസ് അല്ല, പോർച്ചുഗീസ് തന്നെയാണ് അതിന് മനസ്സിലാവുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. ഒത്തിരി സമയം ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് വർത്താനെല്ലാം പറഞ്ഞ് 10-12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ടോമിനും നാളെ വർക്കിന് പോകാനുള്ളതല്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. ടോമിന് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്, അതുപോലെ ആമസോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാളെ 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1-2 കാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാർ ഓടിക്കാൻ പഠിക്കുക, ഇവിടെ അത് വേണമെന്നൊക്കെ പറയുമായിരുന്നു എപ്പോഴും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. പൂച്ചയ്ക്ക് ഭയങ്കര പൂടെയാണ്, അത് മേത്ത് എപ്പോഴും ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതെല്ലാം പറഞ്ഞു. ഇനി നാളെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേർക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും 3 മണിക്കൂറൊക്കെ ട്രെയിനിൽ വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.